മറ്റൊരു യൂട്യൂബ് ചാനലിലും ചർച്ച ചെയ്യാത്തൊരു വിഷയം, BGMലെ കളികൾ. അതായത് ഒരു സിനിമയിലെ BGM മറ്റൊരു സിനിമയിൽ പാട്ടായ കഥ. അതുപോലെ ഒരു സിനിമയിലെ BGM എടുത്ത് മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു സിനിമയിലെ BGM എടുത്ത് മറ്റു പല പല സിനിമകളിൽ ഉപയോഗിച്ചത്. ഇങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും കൊട്ടും പാട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു BGM കേൾപ്പിച്ചേട്ടെ, ഒന്ന് കേട്ട് നോക്കി. എങ്ങനെയുണ്ട് ഈ BGM? ഇത് തൊട്ടടുത്ത വർഷം തന്നെ ഇറങ്ങിയ മറ്റൊരു ചിത്രത്തിലെ ഗാനമായി മാറിയിട്ടുണ്ട്. അതൊന്ന് കേട്ടാലോ. എങ്ങനെയുണ്ട്? രണ്ടും ഒന്നിച്ച് കേൾപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതില് ഒന്ന് അഴകിരാവണൻ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് BGM ആണ്. രണ്ട് തൊട്ടടുത്ത വർഷം തന്നെ ഇറങ്ങിയ വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇത് രണ്ടും വിദ്യാസാഗറിനെ കമ്പോസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു രസകരമായ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഒരു സിനിമയിലെ BGM, അതായത് ഒരു സിനിമയിലെ കോമഡി BGM എടുത്ത് മറ്റൊരു സിനിമയിലെ മാസ് BGM ആക്കിയത്. ആദ്യം നമുക്ക് ആ കോമഡി BGM ഒന്ന് കേട്ട് നോക്കാം. ഇനി ഇതേ BGM ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പുതിയ സിനിമയിൽ മാസ് BGM ആക്കിയിട്ടുണ്ട്. അതായത് നായകന്റെ ഇൻട്രോയിലുള്ള BGM. അതൊന്ന് കേട്ട് നോക്കാം. ഈ പുതിയ പടം വിക്രം വേദ, വിജയ് സേതുപതിയുടെ പടം, സാം CS-ന്റെ മ്യൂസിക്. പഴയ പടം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ഔസേപ്പച്ചന്റെ സ്കോർ. ഈ ഔസേപ്പച്ചന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഔസേപ്പച്ചൻ 2013 മുസഫീർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. അതിന്റെ പടം ഉണ്ടോന്ന് പോലും ആർക്കും അറിയില്ല, ഇറങ്ങിയതൊന്നും ആർക്കും അറിയില്ല. ഒരു പ്രമോദ് പാപ്പനിക് അപ്രോച്ച് ആയതുകൊണ്ട് വിടാം. ഓക്കെ, ഈ പടത്തിൽ ഔസേപ്പച്ചന്റെ കോമ്പോസിഷനിൽ ഒരു BGM ഉണ്ട്. ഞാൻ അത് കേൾപ്പിക്കാം, ഒന്ന് കേട്ട് നോക്കാം. ഈ BGM കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പാട്ടാണോ അത്? അതോ ഈ പാട്ടാണോ? എനിക്ക് തോന്നണത് ഈ പാട്ടായിരിക്കും. പൊയ് സൊല്ലക്കൂടാതെ കാതലി. പൊയ് സൊന്നാലും നീയേ എൻ കാതലി. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ പാട്ട് പോലത്തെ ഒരു പാട്ട് ഈ സിനിമയിലുണ്ട്. അതായത് ഈ മുസാഫിറിൽ. കേൾപ്പിക്കട്ടെ, കേട്ടു നോക്ക്. കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ പൊയ് സൊല്ലക്കൂടാതെ കാതലി. എങ്ങനെയുണ്ട്? എന്നാലും എൻ്റെ ഔസേപ്പച്ചൻ അമ്മാച്ചി. അത് പോട്ടെ. ഇനി ഒരു സിനിമയിലെ BGM അതുപോലെ തന്നെ അടുത്ത സിനിമയിൽ ഉപയോഗിച്ചേക്കണം. കേൾപ്പിച്ചേ. ആദ്യത്തെ BGM കേട്ട് നോക്കാം. ഇനി ഈ BGM ഇതുപോലെ തന്നെ വേറൊരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കേൾപ്പിച്ചു തരാം, കേട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ കാല എന്ന് പറഞ്ഞ ചിത്രമാണ് സന്തോഷ് നാരായണന്റെ മ്യൂസിക്. രണ്ടാമത്തേത് ഷൈലോഗ് എന്ന് പറഞ്ഞ ചിത്രം ഗോപി സുന്ദറിന്റെ മ്യൂസിക്. ഗോപി സുന്ദറിന്റെ പിന്നെ എന്നാ പറയാനാ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. അടുത്തത് ഒരു സിനിമയിലെ BGM 3 സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
കേട്ടു നോക്കിയാലോ. ആദ്യമായിട്ട് വെട്ടം എന്ന് പറഞ്ഞ ചിത്രത്തിലെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഈ മ്യൂസിക് തന്നെ മാമ്പഴക്കാലം എന്ന് പറഞ്ഞ ചിത്രത്തിലും റൺവേ എന്ന് പറഞ്ഞ ചിത്രത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും കേൾപ്പിക്കാം, കേട്ടു നോക്ക്. ഞാൻ ഇറങ്ങായി. ഒന്നാം പ്രതി വാളയാർ പരമശിവം എന്ന ഉണ്ണി ദാമോദരനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്തിനാ ഭായ് ഈ കുറ്റം ഭായ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തത്? ഞാൻ ചെയ്ത കുറ്റത്തിന് നീ എങ്ങനെയുണ്ട്? ഇത് മൂന്നും SP വെങ്കടേഷ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളി സ്റ്റോക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കായിരിക്കും എല്ലാ പടത്തിട്ടും എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. അറിയില്ല. ഈ SP വെങ്കടേശന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വെട്ടം എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു BGM ഉണ്ട്, അതൊന്ന് കേട്ടോ. ഈ BGM തന്നെ ഹമ്മിങ് ആയിട്ട് ഈ പുള്ളി മാമ്പഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് കേൾപ്പിച്ചു തരാം. രാഘവ മാഷിന്റെ മനസ്സിലായില്ലേ? SP വെങ്കടേശായന്റെ പിന്നെ BGM എല്ലാം കേൾക്കാനായിട്ട് സുഖമാണ്. പക്ഷെ പുള്ളി ഒരേ BGM എടുത്തിട്ട് പല പല സിനിമയിൽ ഇങ്ങനെ പടക്കുന്ന പരിപാടി കുഴപ്പമൊന്നുമില്ല. അല്ല, ചില സംഗീത സംവിധായകർ ഈ രാഗം അതുപോലെ തന്നെ പറിച്ചു വെക്കുന്ന ചില സംഗീത സംവിധായകരുണ്ട്. ഈ രാഗം അതുപോലെ തന്നെ പറിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി ബന്ധമില്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഞാൻ വേണമെങ്കിൽ 2 എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് രാഗം അതുപോലെ തന്നെ പാട്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു 2 എക്സാമ്പിൾ കാണിക്കാം. ഇത് രാഗം. ശ്രീമഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം. ഇത് പാട്ട്. ചെന്നൈ സെന്തമിഴ് പരന്തേൻ ഉന്നാലെ ചെന്നൈ സെന്തമിഴ്. ഇത് രാഗം. കൃഷ്ണ നീ ബേഗനേ ബാരോ. ഇത് പാട്ട്. ആകാശത്താമര പോലെ പാതി വീടന്ന നീയാര്. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് വീണ്ടും കാണാം. നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഇന്ന് തൽക്കാലം ഗുഡ് ബൈ പറയാണ്. ബൈ.